ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു കാലിക്കറ്റ് വ്ളോഗാണ് കേട്ടോ. എൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ കാലിക്കറ്റ് വ്ളോഗായിരുന്നു. ഇതാ സെക്കൻഡ് വീഡിയോയും കാലിക്കറ്റ് വ്ളോഗാണ് കേട്ടോ. ഇന്ന് നമ്മൾ കാലിക്കറ്റിൽ പോവാണ്. അല്ലറ ചില്ലറ ഷോപ്പിങ്ങും വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിന്ന്. അപ്പോൾ പോണതിൻ്റെ മുന്നേ നമ്മൾ ചായ കുടിക്കാനൊരു കടയിൽ കയറിയാണ് കേട്ടോ. അങ്ങനെ ചായ കുടിക്കുന്ന നമ്മൾ പപ്സ് വാങ്ങിയിട്ടുണ്ട്, അതുപോലെ അവിൽ മിൽക്ക്, പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ ആയപ്പോൾ ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, വീട്ടിൽ നിന്ന് വേണ്ട, പുറത്തുനിന്ന് കഴിക്കാമെന്ന്. പക്ഷേ എല്ലാവർക്കും പുറത്തെത്തിയപ്പം വലുതായിട്ടൊന്നും വേണ്ട, ഉച്ചയ്ക്ക് ലഞ്ച് നേരത്തെ കഴിക്കാം, പുറത്തുനിന്ന് നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചിട്ടാണ് അവിടെ കയറി അവിൽ മിൽക്കും സമൂസ, പപ്സ് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ ആയപ്പം പുഴ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഊർക്കടവ് പാലെത്തിയപ്പോൾ റുദ പറഞ്ഞു എനിക്കൊരു വീഡിയോ എടുത്തരുമെന്ന്. അങ്ങനെ വീഡിയോ എടുത്തെടുത്തു. ആ വീഡിയോ ഞാൻ ഷോർട്സ് ആക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വന്നത് ഫോക്കസ് മാളിലോട്ടാണ് കേട്ടോ. എൻ്റെ കണ്ണ് നേരെ പോയത് മേക്കപ്പിൻ്റെ ആ ഒരു സെക്ഷനിലോട്ടാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ഷോപ്പിൽ കയറി നമ്മൾ കുറച്ച് മേക്കപ്പ് ഐറ്റംസൊക്കെ നോക്കി. ഇവിടുന്ന് മെയിനായിട്ട് എനിക്ക് ഒരു ബ്ലഷും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കും എടുക്കാനാണ് വന്നത്. ലിപ്സ്റ്റിക്കിൻ്റെ വില കണ്ട് ഞാൻ ഞെട്ടി ഗൈസ്. അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക്ക് എടുത്തിട്ടില്ല, ഞാനൊരു ബ്ലഷ് എടുത്തു. അവിടുന്ന് എനിക്ക് ആ ചേച്ചി ഇട്ട് തന്നു. ഏതാ നിൻ്റേത് മാച്ചാണോ നോക്കിയിട്ടൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ബ്ലഷും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് തന്നു കേട്ടോ. ഫസ്റ്റ് ഞാൻ ബ്ലഷാണ് ഇട്ടത്. അപ്പം ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുന്ന ഒരു ബ്ലഷ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ലിപ്സ്റ്റിക്കൊക്കെ കുറച്ച് ഓവറാണ്. അവിടുന്ന് അവർ വീണ്ടും ലിപ്സ്റ്റിക്ക് ഇട്ടു, നിൻ്റെ ഷെയ്ഡ് ഏതാ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതായിരുന്നു കേട്ടോ. പക്ഷേ ലിപ്സ്റ്റിക്ക് ഞാൻ എടുത്തിട്ടില്ല. ഏതാണ്ട് 700-800 ആ റേറ്റൊക്കെ വരുന്നുണ്ട്. ഫോക്കസിൻ്റെ ഉള്ളിലും കൂടി ആയതുകൊണ്ട് തന്നെ റേറ്റ് കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്ക് 200-ൻ്റെ മേലോട്ട് ഒരൊറ്റ ലിപ്സ്റ്റിക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ക്യാഷുള്ള സമയത്ത് കുറച്ചധികം ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാൻ വിചാരിച്ചു. അല്ലാതെ വേറെ പ്രോഡക്റ്റ്സൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലിപ്സ്റ്റിക്കിനൊന്നും ഭയങ്കര റേറ്റ് കൊടുത്ത് വാങ്ങാന്നുള്ള ആ ഒരു ഇതൊന്നുമില്ല കേട്ടോ. സ്കിൻ കെയറിനൊക്കെ വാങ്ങാമെന്നല്ലാണ്ട്. അപ്പോൾ അവിടുന്ന് അങ്ങനെ ബ്ലഷും അതുപോലെ ഒരു ലിപ് ഗ്ലോസും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഷോർട്സ് ആക്കി അപ്ലോഡ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൺ മാക്സിലോട്ടാണ് കേട്ടോ വന്നത്. കുട്ടികളെ കളിപ്പിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അങ്ങനെ നമ്മൾ കുറേ റൈഡ്സ് കണ്ടു. പക്ഷേ ഞാൻ ഒരു കാറിൻ്റെ റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ എന്താ പറയുക ഈ ഒരു ഇതിൽ കയറിയിട്ടുണ്ട് കേട്ടോ. കുറേ എന്താ പറയുക കളിക്കാനുള്ള എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അതിൽ ഞങ്ങളെല്ലാവരും കയറിയിട്ട് എൻ്റെ അനിയന് അയ്മണ്ണെ അവിടെ കളിപ്പിച്ചു കേട്ടോ. അവന് അതിൽ കയറണം, വേറെ ഒന്നിലും അവന് കയറണ്ട, കാറിലൊന്നും കയറണ്ട, അവന് അതിൽ കയറിയിട്ട് എന്താ കളിക്കണം എന്നാണ് കേട്ടോ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളവിടെ കുറേ റൈഡ് കണ്ടു. ഞാൻ ആ ഒരു കാറിലും അതുപോലെ തന്നെ എന്താ പറയുക പിന്നെ നമ്മുടെ വേറെ കാറില്ലേ നമ്മൾ ഈ വണ്ടർലയിലൊക്കെ പോയി ഞാൻ കാണിച്ചുതരാം, വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ. വയ്യേ വരുന്നുണ്ട്. ഇവിടെ ഇവൻ കണ്ടുവച്ച കുറേ ബോൾസിൻ്റെ ഇടയിലൂടെ സ്ലൈഡിലൂടെ നിരങ്ങുക, ഇതൊക്കെ ഇവന് വലിയ ഇഷ്ടം. കാറും ഇതൊന്നും അവൻ്റെ മൈൻഡിലോട്ടേ പോയിട്ടില്ല. ഇവൻ്റെ സന്തോഷമൊക്കെ കണ്ടിട്ട് എന്താണെന്നറിയില്ല, അതിന് മാത്രം സംഭവമാണോ എന്ന് എനിക്കിത് തോന്നുന്നില്ല കേട്ടോ. പക്ഷേ അത് കഴിഞ്ഞൊരു ചെറിയ മോനും അതിലിറങ്ങണം, ആ ബോൾസൊക്കെ കൂടി കണ്ടിട്ട് അവനും അതിലിറങ്ങണം. പിന്നെ വേറെയും കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇതൊക്കെ കണ്ടപ്പം എനിക്ക് ഇവരുടെ ഈ ഒരു സന്തോഷം കണ്ടപ്പോൾ എനിക്ക് തോന്നാം ഇങ്ങനത്തെ ഒരെണ്ണം വീട്ടിൽ പണിഞ്ഞു കൊടുത്താലോ എന്ന്. അങ്ങനെ എസ് ബേബിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ബോൾസിൽ കിടക്കണത്. അവൻ കുറേ ബോളൊക്കെ എടുത്ത് കളിച്ചു. ഇത് നല്ല എന്താ പറയുക സോഫ്റ്റ് ബോളാണ്, അതുകൊണ്ട് കുട്ടികൾക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അയ്മണ്ണി എന്തൊക്കെയോ കളിക്കണം, അവനെ അവിടെ കണ്ടപ്പോൾ എന്തൊക്കെയോ ആവുക. അരമണിക്കൂറായിരുന്നു കേട്ടോ ടൈം ഉണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിൽ അവനെ അവിടെ മാക്സിമം മുതലാക്കി എന്ന് തന്നെ പറയാം. കുറേ നേരം കളിച്ചു കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അനിയത്തിക്ക് ഭയങ്കര ആഗ്രഹം ഇതിലൊക്കെ ഒന്ന് കയറണം എന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, അവർ കണ്ട അപ്പം ഫൈൻ അടിക്കും. അതുകൊണ്ട് ഞങ്ങൾ സൈഡിലിരുന്ന് ബോൾ കൊണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോഴാണ് ഏറ്റവും വലിയ ത്വര തോന്നിയത് എനിക്ക് എൻ്റെ അനിയത്തി അവിടെ സൈഡിലൂടെ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ചുറ്റുവട്ടം എങ്ങനെയെങ്കിലും ഒന്ന് ഇതിൽ കയറി ചാടണമെന്ന്. എന്തിനാണ് കുട്ടികളെ സാധനം നശിപ്പിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പിന്നെ അവൾ അവിടെ നിന്ന് മെല്ലെ സ്കൂട്ടായി പോന്നു കേട്ടോ. അത് കഴിഞ്ഞാലാണ് ഈ ഒരു സംഭവം. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരൂ കേട്ടോ. കുതിരയാണോ ചോദിച്ചാൽ അതല്ല, വേറെ എന്തോ ആണോ ചോദിച്ചാൽ അതുമല്ല. ഇവനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അവനെ അവിടെ നിന്ന് കമന്ന് കിടക്കാനും മുട്ടിട്ട് ചെയ്യാനും എല്ലാത്തിനും നല്ല സ്ഥലം ഉണ്ടല്ലോ. പിന്നെ തലയിടിക്കുന്നുള്ള പേടിയും വേണ്ട. നിലമൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് മെല്ലൊരു ബോള് കയ്യിലാക്കി അതും കളിക്കായിരുന്നു കേട്ടോ. അതിലാണ് ഞാൻ കണ്ടെന്ന് അവൻ അറിഞ്ഞപ്പോൾ അവൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ.
അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിതാ കാറിൻ്റെ ഗെയിമിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ കാർ ഓടിക്കുന്നു കേട്ടോ. എനിക്ക് കാർ ഓടിക്കാൻ പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ അറിയില്ല, കാർ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ വണ്ടർലയിലെത്തിയാലും എന്തുണ്ടെന്നുണ്ടെങ്കിലും എവിടെ പോയാലും എനിക്ക് ഫസ്റ്റ് കാർ ഓടിക്കണം. കാറിൻ്റെ റൈഡിൽ ഞാൻ എന്തായാലും കയറുന്നതാണ്. അതിപ്പോൾ അടി ഉണ്ടാക്കിയിട്ടാണെങ്കിലും ചെറുപ്പം മുതലേ ഞാൻ കയറുന്ന ഒരു സംഭവമാണ്. റിയൽ കാർ ഓടിക്കാൻ ഇത്ര പണിയില്ലാന്ന് എനിക്ക് ഈ കാർ ഓടിച്ചപ്പോൾ മനസ്സിലായിട്ടോ. എന്തൊരു ടഫായിരുന്നു, എങ്ങനെ നോക്കിയിട്ടും എന്നോട് ഒപ്പിക്കാൻ കഴിയണില്ല കേട്ടോ. ഇതിൻ്റെ ഷോർട്സ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കാർ ഓടിക്കുകയാണ്. നേരിട്ട് കാർ ഓടിക്കുന്നേക്കാളും ഭയങ്കര ടഫ്. അങ്ങനെ റിയൽ കാർ ഞാൻ ഓടിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കതിൻ്റെ ലൈസൻസ് വരെ എത്താൻ കഴിഞ്ഞിട്ടില്ല. ലൈസൻസ് എടുക്കാനായപ്പോഴത്തേനും എനിക്ക് എന്തോ ഒരു അസുഖം വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിപ്പോയി. അപ്പോൾ എനിക്ക് ലൈസൻസ് എടുക്കണം കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് അയ്മണും നോക്കി നിൽക്കുന്നുണ്ട്. അവനും ഇങ്ങനെ പറയുന്നുണ്ട് സൈഡിൽ നിന്ന് എനിക്കും കാർ ഓടിക്കണം എന്ന്. ഞാൻ ഓടിക്കണ കണ്ട് അയ്മൺ ഇങ്ങനെ നോക്കി നിന്ന് അവൻ ഓടിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അവൻ്റെ കാലെത്താത്തത് കൊണ്ട് തന്നെ നമ്മൾ അവനെ മടിയിലിരുത്തിയിട്ട്, അതായത് ഉമ്മ മടിയിലിരുത്തിയിട്ടാണ് കേട്ടോ കാർ ഓടിക്കുന്നത്. അങ്ങനെ അയ്മണും ഉമ്മയും കൂടെയാണ് കേട്ടോ പിന്നെ കാർ ഓടിച്ച്. ഉമ്മയ്ക്ക് എന്നെക്കാളും പിന്നെയും നല്ലോണം ഓടിക്കാൻ കഴിയുന്നുണ്ട്. എനിക്ക് എന്തായാലും പിന്നെ അടുത്തായിട്ട് നമ്മൾ ഈ ഒരു റൈഡിലാണ് കേട്ടോ കയറിയത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പിന്നെ ഞാൻ അത്യാവശ്യം നല്ലോണം ഓടിക്കും കേട്ടോ. പക്ഷെ മറ്റേ കാറ് എനിക്ക് എങ്ങനെ നോക്കിയിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ലഞ്ച് ടൈമായി. അപ്പോൾ നമ്മൾ ഫോക്കസിൽ ഫുഡ് കോർട്ടിൽ പോയപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ബിരിയാണി കഴിക്കാൻ തോന്നുന്നുണ്ട്, നമുക്ക് റഹ്മത്ത് ഹോട്ടലിൽ പോവാന്ന്. അങ്ങനെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു വേണ്ട, ഭയങ്കര തിരക്കായിരിക്കും, അതുകൊണ്ട് അവിടേക്ക് പോകണ്ടായിരുന്നു. അപ്പോൾ എന്നാ വേണ്ട, നമുക്ക് പേരകളിലോട്ട് പോകാമെന്ന്. അങ്ങനെ പേരകളിലെത്തിയപ്പം അതിനേക്കാളും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ക്യൂ നിന്ന് സീറ്റിനൊക്കെ ബുക്ക് ചെയ്ത് 1.25 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത് കേട്ടോ. അങ്ങനെ മോനതാ ഞാനൊരു ബേബി ചെയറിൽ ഇരുത്തിയിട്ടുണ്ട്. എന്നിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അവന് ഞാനൊരു ബോട്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൻ അതിൽ കളിച്ച് കുറച്ച് നേരം ഇരുന്നു. കുറച്ച് കഴിഞ്ഞേരം പിന്നെ അവന് വയലൻ്റ് ആവാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മോനക്ക് ഫുഡ് എടുക്കാൻ വേണ്ടി പോകാൻ നിന്നപ്പോൾ ഉമ്മ പറഞ്ഞു ഉമ്മ വരാമെന്ന്. പക്ഷേ ഞാൻ സമ്മതിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ആൾക്കാർ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. 3:30-4 മണി ആവാറായിട്ടുണ്ട് നമ്മളവിടെ എത്തിയപ്പം തന്നെ. എന്നാലും അവിടുത്തെ തിരക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളെ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സീറ്റിൽ വേറെ ആൾ വരും എന്നുള്ള പേടി കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പോയി ഫുഡ് കൊടുത്തോളാന്ന്. അങ്ങനെ ഞാൻ പോയി ഫുഡ് കൊടുത്ത് വന്നതിന് ശേഷം ഞാൻ ബിരിയാണി ആഗ്രഹിച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ കഴിച്ചത് മീൽസാണ് കേട്ടോ. കാരണം വിശന്ന് വലിഞ്ഞ ഒരു വിധമായപ്പോൾ എനിക്ക് പിന്നെ ബിരിയാണി ഒന്നും വേണ്ട, എനിക്ക് എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചിട്ട് പോന്നാൽ മതി എന്നായി. കുഴപ്പമില്ല, പിന്നെ ഒരു ദിവസം വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കാലിക്കറ്റ് ബീച്ചിലോട്ടാണ് വന്നത്. ഇവിടുന്ന് നമ്മൾ ഐശ്വര്യതി കഴിക്കണം വിചാരിച്ചു, പിന്നെ വിചാരിച്ചു വേണ്ടാന്ന്. അങ്ങനെ നമ്മൾ കുറച്ച് ഉപ്പിലിട്ടത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ച് നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ബീച്ചിലോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. പിന്നെ ലാസ്റ്റ് പോരുന്നതിൻ്റെ കുറച്ച് മുമ്പേ ഒന്ന് കാല് നനച്ച് പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.